ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഒട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാം. ആദ്യം തന്നെ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. 2 ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തൊലിയോട് കൂടി തന്നെ പുഴുങ്ങിയെടുക്കാം. വേവിച്ചെടുത്ത ചിക്കൻ എല്ലൊക്കെ മാറ്റി ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത്, പച്ചമുളക്, ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം പാനിലേക്ക് ഇട്ട് എല്ലാം വഴണ്ടു വരുമ്പോൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം പാനിലേക്ക് ഇട്ട് പൊടികൾ മൂത്ത് വരുമ്പോൾ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം. ചിക്കനിലെ വെള്ളമൊക്കെ വലിഞ്ഞു വരുമ്പോൾ ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഒരു പിടി മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസ് മിക്സർ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. മസാല നന്നായി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു ബോട്ടിലിന്റെ അടപ്പിൽ ഈ മസാല ഫില്ല് ചെയ്ത് ടൈറ്റ് ആക്കി പ്രസ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇത് ഓരോന്നായി മൈദ കോൺഫ്ലോർ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒട്ടും പൊട്ടി പോകാതെ എണ്ണ കുടിക്കാതെ ക്രിസ്പി ആയി കിട്ടും. ഓരോന്നായി ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് വറുത്തു കോരാം. 1/2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ബ്രൗൺ കളർ ആയാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം.